എപ്പോഴും രാത്രി കിടക്കുമ്പോൾ രാവിലെ ചിന്തിക്കുന്ന ഒരു കാര്യമാണ് രാവിലെ നേരത്തെ എഴുന്നേറ്റ് വിളക്കൊക്കെ കൊളുത്തി ഇങ്ങനെ അടുക്കളയിലൊക്കെ കയറണമെന്ന്. പക്ഷെ ഒരു കാര്യമില്ല, നടക്കില്ല. എങ്ങനെ പോയാലും ഒരു 6 ഒക്കെ മാക്സിമമാണ്. അപ്പോൾ ആ സമയമാകുമ്പോഴേ എഴുന്നേൽക്കുള്ളൂ. അങ്ങനെ വേഗം എഴുന്നേറ്റ് വേഗം അടുക്കള വാതിലൊക്കെ തുറന്ന് ആദ്യം ഞാൻ പോയി കുളിച്ചു കേട്ടോ. അത് കഴിഞ്ഞ് അടുക്കള വാതിലൊക്കെ തുറന്ന് പിന്നെ ഞാൻ രാത്രി മാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ മാവൊക്കെ കലക്കി വെച്ചു. പിന്നെ ചായയൊക്കെയുള്ള പരിപാടികൾ നോക്കി. ഇന്ന് ഇഡ്ഡലിയാണ്. ഈ മാവ് ഇങ്ങനെ പൊന്തി വരുമ്പോൾ നമുക്കൊരു സംതൃപ്തിയാണ്, അരച്ചത് ശരിയായി ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ വേഗം ഇഡ്ഡലിക്കുള്ള പാത്രങ്ങളൊക്കെ വേഗം വെളിച്ചെണ്ണയൊക്കെ തടവി വേഗം ഇഡ്ഡലിയാക്കി. അതിൻ്റെ കൂട്ടത്തിൽ കൂടെ ഞാൻ ചായ ഉണ്ടാക്കി വെച്ചു. ഇഡ്ഡലി ഞാൻ ഇന്ന് അടുപ്പിലാണ് വെക്കണത്. കാരണം ആ ഇഡ്ഡലി ചെമ്പ് ഗ്യാസുമ്പോൾ വെച്ചിട്ടുണ്ടെങ്കിലുള്ള ഗ്യാസ് മുഴുവൻ തീരും. കാരണം അത് ഭയങ്കര വലിയ ചെമ്പാണ്, അതിൽ നിറയെ വെള്ളവും വേണം, എന്നാലേ അത് ഇഡ്ഡലി ആവുള്ളൂ. അപ്പോൾ വേഗം തന്നെ അടുപ്പ് കത്തിച്ച് ഇഡ്ഡലി ചെമ്പ് അതിലേക്ക് വെച്ച് വേഗം ഇഡ്ഡലി ആക്കാനുള്ള പരിപാടികൾ നോക്കി. എന്തായാലും രാവിലെ ഇവിടെ അടുപ്പ് കത്തിക്കണം. ചോറ്, വെള്ളം, കുടിക്കാനുള്ള വെള്ളം, കുളിക്കാനും കുടിക്കാനും ഒക്കെ നമ്മൾ ഇതിൽ ഈ ഗ്യാസുമ്മലല്ല അടുപ്പുമ്മലാണ് വെക്കുന്നത്. അപ്പോൾ വേഗം തന്നെ രാവിലെ അടുപ്പ് കത്തിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേഗം വേഗം പരിപാടികൾ കഴിയും. അങ്ങനെ വേഗം ഇഡ്ഡലിയാക്കി. അതിൻ്റെ ഇടയിൽ കൂടെ എനിക്കൊരു തുമ്മൽ വന്നു. അതൊക്കെ വേഗം വേഗം ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ രാവിലെ എനിക്കൊരു ചായ കുടിക്കണം നിർബന്ധമാണ്. കാരണം ഒട്ടും പറ്റില്ല ചായ ഇല്ലാണ്ട്. ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ വർത്താനം പറയാൻ പിന്നെ എന്തായാലും വരുമല്ലോ. അപ്പോൾ അങ്ങനെ അതൊക്കെ വർത്താനമൊക്കെ പറഞ്ഞ് ചായയൊക്കെ കുടിച്ച് വേഗം വേഗം പണികൾ കഴിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ വേഗം വെറുതെ ഇരിക്കാനല്ല, അടുത്ത പണി എന്തായാലും ഉണ്ടാവും. അങ്ങനെ വേഗം സാമ്പാറൊക്കെ തിളപ്പിച്ച് വെച്ചു. ഞാൻ ഇന്നലെ ഉണ്ടാക്കിയ സാമ്പാർ കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് രാവിലത്തേക്ക്. ഇവിടെ ഇഡ്ഡലി ആണെങ്കിൽ സാമ്പാർ വേണം, ചമ്മന്തിയും വേണം. ഭൂമിക്ക് സാമ്പാറില്ലാണ്ട് പറ്റില്ല. കാരണം എന്നും അവൾക്ക് സാമ്പാർ വേണം. അതൊരു സാമ്പാർ കുട്ടിയാണ്. അപ്പോൾ വേഗം വേഗം ഓരോ പരിപാടികളൊക്കെ തീർത്തു. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ കൂടെ ഞാൻ ആ പാത്രങ്ങളും കഴുകി വെച്ചു. ആ സ്ലാബൊക്കെ വേഗം തുടച്ച് വൃത്തിയാക്കി വെച്ചു, അല്ലെങ്കിൽ അതവിടെ ഇടും. പിന്നെ ആ തുടച്ച തുണിയൊക്കെ ഞാൻ കൊണ്ടുപോയി പുറത്ത് കൊണ്ടുപോയി വെച്ചു. പിന്നെ വേറെ ഞാൻ ഈ കാലുകൊണ്ട് ഇങ്ങനെ തട്ടിയിടുന്നത് തിരുമ്പാനുള്ള തുണിയാട്ടാ, അത് വാഷിംഗ് മെഷീനിലേക്ക് ഇടണം. അങ്ങനെ കുറേ കാര്യങ്ങൾ വേഗം വേഗം ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ പുറത്ത് തിരുമ്മിയിട്ടിട്ടുണ്ടായിരുന്ന കക്കിലത്തുണി, ഞങ്ങൾ പറയാം കക്കിലത്തുണി എന്നാണ്, ഈ സ്ലാബൊക്കെ തുടയ്ക്കുന്ന തുണി, അതെടുത്തിട്ട് വന്നു. അതൊക്കെ വേഗം ചെയ്ത് പിന്നെ ചമ്മന്തി അരയ്ക്കാനുള്ള പരിപാടികൾ നോക്കി. കാരണം ഇവിടെ ചട്നി വേണം, സാമ്പാറും വേണം. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ഭൂമി എഴുന്നേറ്റ് വന്നു. അപ്പോൾ ഭൂമി എന്നെ ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഞാനതിനെ ചീത്ത പറഞ്ഞ് ഓടിച്ചു വിട്ടു. അങ്ങനെ വേഗം ചമ്മന്തിയൊക്കെ അരച്ച് രാവിലത്തെ ഇഡ്ഡലി, സാമ്പാർ, ചമ്മന്തി അതൊക്കെ വേഗം വേഗമായി. അങ്ങനെ ഭൂമിക്ക് വേഗം സാമ്പാറും ചമ്മന്തിയും ഇഡ്ഡലിയൊക്കെ കൂട്ടി കൊടുത്തു. പിന്നെ അവളെ അംഗനവാടി കൊണ്ടുപോകാൻ